സർ, ഹൃദയഹാരിയായ പ്രകൃതിയും സമാധാനപൂർണ്ണമായ സാമൂഹ്യ അന്തരീക്ഷവും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേരളത്തിന് ടൂറിസം മേഖലയിൽ വളരെയേറെ മുന്നേറാനാകും. ലോകത്തെ പ്രധാനപ്പെട്ട ആരോഗ്യ ടൂറിസം ഹബ്ബായി മാറ്റുവാൻ കേരളത്തിന് കഴിയും. ആരോഗ്യ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ലോകമെമ്പാടും കേരളത്തിൻ്റെ മേന്മകളെക്കുറിച്ചും ആരോഗ്യരംഗത്തെ സവിശേഷതകളെക്കുറിച്ചും പ്രചരണം നടത്തേണ്ടതുണ്ട്. വിദേശത്തുൾപ്പെടെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ച് കേരളത്തെ ഹെൽത്ത് ടൂറിസം ഹബ്ബാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, മികച്ച പദ്ധതികളിലൂടെ കേരളം സാമ്പത്തിക വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തെ രാജ്യത്തെ തന്നെ മികച്ച സംസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ എത്തിക്കുന്നതിനുള്ള ഒരു പുതിയ കർമ്മപദ്ധതി രൂപപ്പെടുത്തേണ്ടതുണ്ട്. 4 പ്രധാന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തുന്നത്. ഒന്ന്, പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതാപൂർണ്ണമായ സമീപനത്തിനും അന്താരാഷ്ട്ര തലത്തിലുള്ള സുസ്ഥിര ഭരണരീതികൾക്കും അനുസൃതമായി കേരളം ശ്രദ്ധ നൽകേണ്ട മേഖലകൾ: ഇൻഫർമേഷൻ ടെക്നോളജി, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ആയുർവേദം ഉൾപ്പെടെയുള്ള ആരോഗ്യ സൗഖ്യ മേഖലകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ലോജിസ്റ്റിക്, ഇലക്ട്രിക് വാഹനങ്ങൾ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, കായികം തുടങ്ങിയ മേഖലകൾ, മറ്റ് വിജ്ഞാനാധിഷ്ഠിത മേഖലകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 2, സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമി ഉൾപ്പെടെയുള്ളവ നിക്ഷേപങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുക. കേരളത്തിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനുള്ള ഒരു തടസ്സം ഉയർന്ന ഭൂമി വിലയും ലഭ്യതക്കുറവുമാണെന്ന് പൊതുവെ വിലയിരുത്താറുണ്ട്. ഭൂമി കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഒരു നിക്ഷേപകനും കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്ന് പിന്തിരിയില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തും. 3, നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകൽ. മുൻ ബജറ്റ് പ്രസംഗങ്ങളിൽ വ്യവസായ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിവിധ നിക്ഷേപധന സഹായ മാർഗ്ഗങ്ങൾ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന് കീഴിലെ വെഞ്ചർ ഫണ്ടും കിഫ്ബിയുടെ അസോസിയേറ്റ് കമ്പനിയായ കിഫ്എംഎൽ വഴിയുള്ള ഇതര നിക്ഷേപ ഫണ്ടും ഉൾപ്പെടും. ഇത്തരം സ്ഥാപനങ്ങൾ വഴി വിവിധ വ്യവസായ സൗഹൃദ നിക്ഷേപ സഹായ പദ്ധതികൾ നടപ്പിലാക്കും. 4, നിക്ഷേപ സൗഹൃദ നയങ്ങളുടെ രൂപീകരണം. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ വിവിധ മേഖലകളിൽ നയം രൂപീകരിച്ചിട്ടുണ്ട്. ചില മേഖലകളുമായി ബന്ധപ്പെട്ട് നയരൂപീകരണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. കിൻഫ്രയുടെയും KSIDCയുടെയും വ്യവസായ ഭൂമി വിനിയോഗിക്കുന്നത് സംബന്ധിച്ച നിബന്ധനകൾ നിക്ഷേപ സൗഹൃദമായി വ്യവസായ വകുപ്പ് പരിഷ്കരിച്ചു കഴിഞ്ഞു. സർ, മുകളിൽ സൂചിപ്പിച്ച നയ സമീപനങ്ങൾക്ക് അനുസൃതമായി നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികൾ ചിലത് സൂചിപ്പിക്കാം. 1, വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം. 2, വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ സ്വാധീന മേഖലയിലൂടെ സാമ്പത്തിക വികസനം. 3, തീരദേശ ഹൈവേയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലകളുടെ വികസനം. 4, തിരുവനന്തപുരം ഔട്ടർ ഏരിയ വളർച്ചാ ഇടനാഴി. 5, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്ററുകൾ. 6, IT പാർക്കുകളും IT ഇടനാഴികളും. സർ, വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം.